നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാർജയുണ്ട്. എല്ലാവർക്കും അറിയാം ഷാർജ ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ ഭയങ്കര ചൂട് സമയമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിക്കും മോൾക്കും ഒക്കെ ഞാനിതൊരു ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചെയ്യുകയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പൊതുവെ എല്ലാവർക്കും ഇത് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ വീഡിയോയിലേക്ക് നടക്കാം. നമുക്ക് ഒരു കവർ പാലെടുത്തിട്ട് ഞാൻ ഓൾറെഡി മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഞാനത് ഓൾറെഡി മിക്സിയുടെ ജാറിലേക്ക് ജ്യൂസ് ജാറിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അതിട്ടു. എന്നിട്ട് ഞാനൊരു 6 പഴം എടുത്തു. ആ പഴവും ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് കപ്പലണ്ടി തോലി പൊളിച്ച കുറച്ച് കപ്പലണ്ടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കപ്പലണ്ടിയും കൂടി ഇതിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ കുറച്ച് വേറെ കപ്പലണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതേണ്ട ഇത്രയും ബൂസ്റ്റ്, ഈ ബൂസ്റ്റും കൂടെ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ബൂസ്റ്റ് ബോട്ടിലിരുന്ന് കട്ടിയായിപ്പോയി കേട്ടോ. അതിൻ്റെ ഒരു പ്രശ്നം ഈ ബൂസ്റ്റിനുണ്ട്. കണ്ട ബൂസ്റ്റ് ഞാനത് മൊത്തത്തിലെടുത്ത് ഈ ബൂസ്റ്റ് ഞാനെടുത്ത് ഇതിലേക്ക് ഇട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കിനി മിക്സിയുടെ ജാറിൽ നിന്ന് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര കൂടി ഇതിനകത്ത് കൊടുക്കുകയാണ്. 3 ചെറിയ സ്പൂൺ പഞ്ചസാര കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എൻ്റെ മമ്മിക്ക് ഷുഗറിൻ്റെയൊക്കെ അസുഖമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഞാനൊന്ന് കുറച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പഞ്ചസാര തീരെ ഇല്ലാണ്ട് അടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പഞ്ചസാര സ്വല്പം കുറച്ചുകൊണ്ട് ഞാൻ ഇതിപ്പോൾ അടിക്കുകയാണ്. അപ്പോൾ ഇതേണ്ടേ ഞാനിത് നന്നായിട്ട് അടിച്ച് എല്ലാം നല്ല ഭംഗിയായിട്ട് അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിനി ഇത് ഗ്ലാസ്സിലേക്ക് പകർത്തുകയാണേ. ഇത് എല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്നറിയാം. ഇത് ചെയ്യുക എന്നുള്ളതല്ല, ഇടയ്ക്കൊക്കെ ഇതൊക്കെ ചെയ്ത് ഇപ്പോഴത്തെ ചൂട് സീസണിൽ ഭയങ്കര ചൂട് ടൈമല്ലേ. അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഇതൊക്കെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും മകളുമാണുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുപോലെ വീട്ടിലുള്ളവർക്കൊക്കെ ഇത് വല്ലപ്പോഴും ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പം വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവരോടും ടാറ്റാ.